1995 ഒരു സാധാരണ വൈകുന്നേരം നഗരത്തിലെ തിരക്കേറിയ ഒരു തിയേറ്ററിൽ ഷാറൂഖ് ഖാന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ടുള്ള ദിൽവാലെ ദുൽഹനിയയിലെ ജായങ്കെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിലെ റൊമാൻറ്റിക് ഡയലോഗുകൾ കേട്ട് കൈയടിക്കുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്യുന്ന രണ്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ. അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെയോ ഒക്കെ സാധാരണ സ്ത്രീകൾ ആണെന്നേ ആർക്കും തോന്നും. അവരിടയ്ക്ക് പരസ്പരം സംസാരിച്ച് ചിരിക്കുന്നുണ്ട്, സിനിമ അതിഗംഭീരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് യാതൊരുവിധ ടെൻഷനോ ഭയമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ തിയേറ്ററിലെ ഇരുട്ടിൽ അവരുടെ കാലിൻ്റെ അടിയിലിരിക്കുന്ന ആ വിലപിടിപ്പുള്ള ഹാൻഡ് ബാഗിൽ എന്തായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെയുള്ള ആരുടെയും ചോര മരവിച്ചു പോകും. സിനിമ കഴിഞ്ഞ് ലേറ്റ് ഇട്ടപ്പോൾ അവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ആ ഹാൻഡ് ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു. തിയേറ്ററിലെ ലേഡീസ് ടോയ്ലറ്റിൽ കയറിയ അവർ ആ ബാഗ് അവിടെ ഉപേക്ഷിച്ചിട്ട് വളരെ ശാന്തരായിട്ട് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം രാവിലെ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ വന്ന ജീവനക്കാരി മൂലയിലിരിക്കുന്ന ആ ബാഗ് കണ്ട് പതിയെ ഒന്ന് തുറന്നു നോക്കി. അടുത്ത നിമിഷം തിയേറ്റർ മുഴുവൻ കുലുങ്ങുന്ന തരത്തിൽ അവരുടെ നിലവിളി ഉയർന്നു. ആളുകൾ ഓടിക്കൂടി. ആ ബാഗിനുള്ളിൽ അവർ കണ്ടത് കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുരുന്നിൻ്റെ ചോരയിൽ കുളിച്ച ചേതനയേറ്റ ശരീരമായിരുന്നു. അതെ, ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം ബാഗിലാക്കി കാലിനടിയിൽ വെച്ചുകൊണ്ടാണ് ആ രണ്ട് സ്ത്രീകൾ 3 മണിക്കൂർ സിനിമ കണ്ട് പൊട്ടിച്ചിരിച്ചത്. ആരായിരുന്നു ഈ സ്ത്രീകൾ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇതറിയണമെങ്കിൽ നമ്മൾ 1990കളിലെ മഹാരാഷ്ട്രയിലേക്ക് പോകണം. അന്ന് കോലാപൂർ, പൂനെ, നാസിക് തുടങ്ങിയ നഗരത്തിലെ ആളുകൾ വളരെ സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. അമ്പലങ്ങളിലെ ഉത്സവങ്ങളും തിരക്കുള്ള ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും മാർക്കറ്റുകളുമൊക്കെ അന്ന് സജീവമായിരുന്നു. പക്ഷേ ഈ സന്തോഷങ്ങൾക്കിടയിൽ ആരും അറിയാതെ ഒരു അദൃശ്യനായിട്ടുള്ള ഭീകരൻ അവരുടെ ഇടയിൽ വളരുന്നുണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭയം പതിയെ പതിയെ ജനങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങി. ചിന്തിച്ചു നോക്കൂ, തിരക്കുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന ഒരമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോഴേക്കും സാരിത്തുമ്പിൽ പിടിച്ചു നിന്നിരുന്ന കുഞ്ഞ് അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ചുറ്റും നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ഒരു കരച്ചിൽ പോലുമില്ല. വെറും കാറ്റുപോലെ ആ കുട്ടികൾ മാഞ്ഞു പോവുകയായിരുന്നു. ഒരൊറ്റ കുട്ടിയല്ല, 1990നും 96നും ഇടയിൽ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങനെ കാണാതായത് 40-ലധികം കുരുന്നുകളെയാണ്. യാതൊരുവിധ മോചനദ്രവ്യവും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഭീഷണി കോളുകൾ വന്നിട്ടില്ല. വ്യക്തി വൈരാഗ്യങ്ങളില്ല. കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്ന് പോലീസിനോ നാട്ടുകാർക്കോ ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ പട്ടാപകൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ വിഴുങ്ങുന്നത് ആരായിരുന്നു? പതുക്കെ പതുക്കെ മഹാരാഷ്ട്രയിലെ നഗരങ്ങളിൽ ഭയം പടർന്നു. പത്രത്താളുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറുകളിലുമൊക്കെ കാണാതായ കുട്ടികളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ നിറഞ്ഞു. തങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പോലും അച്ഛനമ്മമാർക്ക് പേടിയായി തുടങ്ങി. സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും അവർ തന്നെ പോകാൻ തുടങ്ങി. ഏതോ ഒരു ദുർമന്ത്രവാദി അമരനാകാൻ വേണ്ടി കുട്ടികളെ നരബലി കൊടുക്കുകയാണ് എന്നും, അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കയ്യും കാലും വെട്ടിമാറ്റി ഭിക്ഷയാചിക്കാൻ ഉപയോഗിക്കുന്ന മാഫിയ ആണെന്നും, അതുമല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അവയവക്കടുത്ത് സംഘമാണ് എന്നൊക്കെ നാട്ടിൽ പലതരം കഥകൾ പരന്നു. പോലീസും CIDയും തലപുകഞ്ഞിട്ടും ഈ കുട്ടികൾ എങ്ങനെ മാഞ്ഞു പോകുന്നു എന്ന് കണ്ടെത്താനായില്ല. പട്ടാപകൽ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു ഉത്സവ പറമ്പിൽ നിന്ന് ഒരു കുഞ്ഞ് എങ്ങനെ ശബ്ദമില്ലാതെ അപ്രത്യക്ഷമാകും? ആ ചോദ്യം പോലീസിനെ വല്ലാതെ കുഴപ്പിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഒരു കുഞ്ഞിനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയാൽ എന്തായാലും കുഞ്ഞ് കരയും, ആളുകൾ ശ്രദ്ധിക്കും. പക്ഷേ ഇവിടെ ഈ തട്ടിക്കൊണ്ടു പോകുന്നവർ ഉപയോഗിച്ച ബുദ്ധി ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനോളജിസ്റ്റുകളെ പോലും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അവരുപയോഗിച്ച ആ തന്ത്രം എന്താണ് എന്നറിയാമോ? വളരെ സിമ്പിളായ എന്നാൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള തന്ത്രം. മാതൃത്വം എന്ന വ്യാജ മുഖം മൂടി. ഒരു പുരുഷൻ കുഞ്ഞിനെയും വലിച്ചഴിച്ച് കൊണ്ടുപോയാൽ ആളുകൾക്ക് സംശയം തോന്നും. എന്നാൽ വളരെ ലളിതമായി സാരിയൊക്കെ എടുത്ത് പൊട്ടും തൊട്ട് അമ്പലത്തിൽ പോകുന്ന ഒരു സാധാരണ സ്ത്രീ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംശയം തോന്നുമോ? കുഞ്ഞ് കരയുകയാണെങ്കിൽ പോലും കുഞ്ഞ് എന്തെങ്കിലും വാശി പിടിച്ച് കരയുകയാണെന്നോ അല്ലെങ്കിൽ കുഞ്ഞിന് സുഖമില്ലാത്തത് കൊണ്ടാണെന്നോ മാത്രമേ ആളുകൾ ചിന്തിക്കൂ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അവർ എളുപ്പമുള്ള ഇരകളെയാണ് തെരഞ്ഞെടുത്തത്. അമ്മമാരിൽ നിന്ന് കുറച്ച് മാറിക്കളിക്കുന്ന 1-2 വയസ്സുള്ള കുട്ടികൾ. പതുക്കെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി കുഞ്ഞിനെ വാരിയെടുത്ത് കരയുന്ന കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് പോലെ അഭിനയിച്ച് അവർ ആൾക്കൂട്ടത്തിൽ ലയിക്കും. കാണുന്നവർ വിചാരിക്കുക അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നാകും. അത്രക്ക് സ്വാഭാവികമായിരുന്നു അവരുടെ അഭിനയം.
എന്നാൽ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് വിൽക്കാനോ പണത്തിനോ ആയിരുന്നില്ല, മറിച്ച് വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു ക്രൂരമായിട്ടുള്ള ആവശ്യത്തിനായിരുന്നു. ഈ സ്ത്രീകൾ സത്യത്തിൽ വലിയൊരു പോക്കറ്റടി സംഘമായിരുന്നു. തിരക്കുള്ള സ്ഥലങ്ങളിൽ ആളുകളുടെ സ്വർണ്ണമാല പൊട്ടിക്കാനും പേഴ്സ് അടിച്ചു മാറ്റാനും അവർ ഈ കുരുന്നുകളെ ഒരു കവചമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. ചിന്തിച്ചു നോക്കൂ, അമ്പലത്തിൽ വെച്ചോ മാർക്കറ്റിൽ വെച്ചോ പോക്കറ്റ് അടിക്കുന്നതിനിടയിൽ ആ സ്ത്രീയെ നാട്ടുകാരെ കയ്യോടെ പിടിക്കുന്നു എന്ന് വിചാരിക്കുക. ആളുകൾ ഓടിക്കൂടും, അവരെ തല്ലാൻ വരും. അവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ ഈ സമയത്ത് അവരുടെ കയ്യിലുള്ളത് അവർ തട്ടിക്കൊണ്ടുപോകുന്ന ആ പിഞ്ചു കുഞ്ഞായിരിക്കും. തല്ലാൻ വരുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി അവർ ആ കുഞ്ഞിനെ എടുത്ത് നിലത്തോ കരിങ്കൽ ഭിത്തിയിലോ ആഞ്ഞടിക്കും. കുഞ്ഞിൻ്റെ തല പൊട്ടി ചോരയൊലിക്കുമ്പോൾ, ആ കുഞ്ഞ് വേദന കൊണ്ട് അലറി കരയുമ്പോൾ, തല്ലാൻ വന്ന നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ കുഞ്ഞിലേക്ക് മാറും. അതോടെ ആ സ്ത്രീ ഉറക്കെ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങും. അയ്യോ, എൻ്റെ കുഞ്ഞിനെ എന്തു പറ്റി എന്ന് പറഞ്ഞ് നിലവിളിക്കും. ഇത് കാണുമ്പോൾ ആളുകൾക്ക് അവരോട് സഹതാപം തോന്നും. പോക്കറ്റടിച്ച കാര്യം എല്ലാവരും മറക്കും. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആളുകൾ തന്നെ എളുപ്പത്തിൽ വഴി മാറിക്കൊടുക്കും. അങ്ങനെ ചോരയൊലിക്കുന്ന ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടും. ഇതായിരുന്നു അവരുടെ ക്രൂരമായിട്ടുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത്. കുട്ടികളുടെ വേദനയും ചോരയുമായിരുന്നു ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത്. ഈ ക്രൂരതയുടെ തുടക്കം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുക അഞ്ജനാബായി എന്നൊരു സ്ത്രീയിലാണ്. നാസിക്കിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച അഞ്ജനാബായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ട്രക്ക് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പൂനെയിലെത്തി. എന്നാൽ 1973 മൂത്ത മകൾ രേണുക ജനിച്ചതോടെ ആ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. പട്ടിണിയും കഷ്ടപ്പാടും കാരണം അവൾ പതിയെ മോഷണത്തിലേക്ക് തിരിഞ്ഞു. പോക്കറ്റടിയും മാല പൊട്ടിക്കലും ഒക്കെയായി അവളുടെ പേരിൽ 125ഓളം കേസുകളുണ്ടായി. പിന്നീട് മോഹൻ ഗാവിദ് എന്നൊരു റിട്ടയർഡ് പട്ടാളക്കാരനെ അവൾ കല്യാണം കഴിച്ചു. 1975 അവർക്ക് ജനിച്ച രണ്ടാമത്തെ മകളാണ് സീമ. എന്നാൽ അഞ്ജനാബായിയുടെ മോഷണ സ്വഭാവവും നിരന്തരമുള്ള പോലീസ് അന്വേഷണവും കാരണം മോഹനും അവളെ ഉപേക്ഷിച്ചു. അയാൾ വേറൊരു വിവാഹം കഴിച്ചു. ഈ സംഭവം അഞ്ജനാബായിയെ ഒരു സാധാരണ കള്ളിൽ നിന്നും കൊടും ക്രിമിനലാക്കി മാറ്റി. തൻ്റെ മുൻ ഭർത്താവിനോടും അയാളുടെ പുതിയ ഭാര്യയോടുമുള്ള പക അവളെ കൂടുതൽ അപകടകാരിയാക്കി. അവൾ തൻ്റെ 2 പെൺമക്കളെയും രേണുകയെയും സീമയെയും ഈ മോഷണ ലോകത്തേക്ക് കൊണ്ടുവന്നു. രേണുകയെ കിരൺ ഷിൻഡെ എന്നൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവൻ അവരുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിട്ട് കൂടെ കൂടി. ഒരിക്കൽ ഒരു അമ്പലത്തിൽ മോഷണത്തിനിടെ പിടിക്കപ്പെട്ടപ്പോൾ രേണുക തൻ്റെ സ്വന്തം കുഞ്ഞിനെ കാണിച്ച്, എനിക്ക് ഇത്രയും ചെറിയ കുഞ്ഞുണ്ട്, ഞാൻ എങ്ങനെ മോഷ്ടിക്കാനാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ സഹതാപം പിടിച്ചുപറ്റി രക്ഷപ്പെട്ടതോടെയാണ് അഞ്ജനാബായിക്ക് ഈ ക്രൂരമായിട്ടുള്ള ഐഡിയ കിട്ടുന്നത്. സ്വന്തം കുഞ്ഞിന് പകരം വഴിയിൽ നിന്ന് മറ്റു കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് അവരെ തങ്ങളുടെ മോഷണങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കുട്ടികൾ വലുതാകുമ്പോഴോ അല്ലെങ്കിൽ അവർ നിർത്താതെ കരയുമ്പോഴോ ഇവർക്ക് ആ കുട്ടികളെ കൊണ്ട് പിന്നെ യാതൊരു ആവശ്യമില്ലാതെ വരും. അപ്പോൾ അവർ ആ കുരുന്നുകളെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തും. 1991 കോലാപൂർ മഹാലക്ഷ്മി അമ്പലത്തിൽ വെച്ചാണ് ഇവരുടെ ക്രൂരതയുടെ ആദ്യത്തെ തെളിവ് പുറത്തു വരുന്നത്. അമ്പലത്തിലെ ചവറ്റുകൊട്ടയിൽ 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം പോലീസ് കണ്ടെത്തി. ആ കുഞ്ഞിനെ കൊന്ന ആയുധം അന്വേഷിച്ച് നടന്ന പോലീസുകാർക്ക് മനസ്സിലായത് ആയുധം ഒന്നുമില്ല, അടുത്തുള്ള കറണ്ട് പോസ്റ്റിൽ കുഞ്ഞിൻ്റെ തല ഇടിപ്പിച്ചിടിപ്പിച്ച് കൊന്നതാണ് എന്ന്. ആ പോസ്റ്റിൽ മുഴുവൻ ചോര ഉണങ്ങി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. സന്തോഷ് എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര്. പിന്നീട് അങ്ങോട്ട് ഇവർ കൊന്നു തള്ളിയത് നിരപരാധികളായിട്ടുള്ള നിരവധി കുരുന്നുകളെയാണ്. പട്ടിണിക്കിട്ടും വെള്ളത്തിൽ മുക്കിയും കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞുമൊക്കെയാണ് അവർ ആ പിഞ്ചു ജീവനുകൾ എടുത്തിരുന്നത്. അഞ്ജലി എന്ന 2 വയസ്സുകാരിയെ നിർത്താതെ കരഞ്ഞതിൻ്റെ പേര് കോണിപ്പടിയിൽ നിന്ന് താഴേക്കെറിഞ്ഞാണ് കൊന്നത്. പങ്കജ് എന്ന 3 വയസ്സുകാരനെ തല കീഴായി കെട്ടിത്തൂക്കി തല ഭിത്തിയിൽ ഇടിപ്പിച്ചു കൊന്നു. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മടികൊണ്ട് 2 വയസ്സുള്ള നരേഷിനെ അവർ പട്ടിണിക്കിട്ട് കൊന്നു. ഇങ്ങനെ എത്ര കുഞ്ഞുങ്ങൾ. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് 1.5 വയസ്സുള്ള ഭാവനയെ കൊന്ന് ബാഗിലാക്കിയിട്ട് അവർ ആ തിയേറ്ററിൽ പോയി സിനിമ കണ്ടത്. 6 വർഷത്തോളം അവരെ പോലീസിനെ വെട്ടിച്ച് തങ്ങളുടെ ഈ ക്രൂരതകൾ യാതൊരു പേടിയുമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഏത് വലിയ ക്രിമിനലും അഹങ്കാരം അതിര് കടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്യുമല്ലോ. ഇവരുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. 1996ഓടെ തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന അഹങ്കാരം അവരെ അന്ധരാക്കി. അഞ്ജനാബായിയുടെ തലയിലെ തൻ്റെ മുൻ ഭർത്താവായിട്ടുള്ള മോഹനോടുള്ള പ്രതികാരം വീണ്ടും ഉണർന്നു. മോഹനെ 2ാമത്തെ ഭാര്യയിൽ ഉണ്ടായ ക്രാന്തി എന്ന 9 വയസ്സുകാരിയെ അവരെ തട്ടിക്കൊണ്ടുപോയി. മുൻപ് അവർ പാവപ്പെട്ട ആർക്കും പരിചയമില്ലാത്ത കുട്ടികളെയായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ക്രാന്തി അങ്ങനെയല്ല.
അവൾക്ക് അഞ്ജനാബായിയെയും മക്കളെയും നല്ല പരിചയമായിരുന്നു. മാത്രമല്ല അവൾക്ക് 9 വയസ്സുള്ളതുകൊണ്ട് ഒരു കവചമായിട്ട് അവളെ മോഷണത്തിന് ഉപയോഗിക്കാനും കഴിയില്ല. പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രം അവർ ക്രാന്തിയെയും കൊലപ്പെടുത്തി പൂനെക്കടുത്തുള്ള ഒരു കരിമ്പിൻ തോട്ടത്തിൽ ഉപേക്ഷിച്ചു. എന്നാൽ ഇത്തവണ അവർക്ക് പിഴച്ചു. ക്രാന്തിയുടെ അമ്മ പ്രതിഭ പോലീസിൽ നേരിട്ട് പോയി അഞ്ജനാബായിക്കും മക്കൾക്കുമെതിരെ FIR നൽകി. തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയത് ഇവർ തന്നെയാണ് എന്ന് അവർ പോലീസിനോട് തറപ്പിച്ചു പറഞ്ഞു. ഇത്രയും കാലം ഒരു തുമ്പും കിട്ടാതെ ഇരുട്ടിൽ തപ്പുകയായിരുന്ന പോലീസിന് അതൊരു വലിയ വഴിത്തിരിവായിട്ട് മാറി. ഒടുവിൽ ഒരു പേര് കിട്ടിയപ്പോൾ പോലീസ് മഹാരാഷ്ട്ര മുഴുവൻ വലവിരിച്ചു. 1996 നവംബറിൽ നാസിക് പോലീസിന്റെ സ്പെഷ്യൽ ടീം ഇവരുടെ ഒളിത്താവളങ്ങൾ വളഞ്ഞ് പിടികൂടി. ഒടുവിൽ ആ കൊടും ക്രിമിനലുകൾ പോലീസിന്റെ പിടിയിലായി. വിലങ്ങ് വെച്ച് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ പോലീസുകാർ പോലും ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും കാലം പോലീസിനെ വട്ടം കറക്കിയ മാസ്റ്റർ മൈൻഡുകൾ വലിയ അധോലോക മാഫിയയോ അന്താരാഷ്ട്ര സംഘമോ ഒന്നുമല്ല. വെറും സാധാരണക്കാരായിട്ടുള്ള ഒരു അമ്മയും 2 പെൺമക്കളും. പോലീസിന് മുന്നിൽ അഞ്ജനാബായിയും മക്കളായിട്ടുള്ള രേണുകയും സീമയും ഒരക്ഷരം മിണ്ടിയില്ല. എന്തു മർദ്ദനം ഏറ്റിട്ടും അവർ സത്യം പറയാൻ തയ്യാറായില്ല. അപ്പോഴാണ് പോലീസ് തങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ചത്. രേണുവിയുടെ ഭർത്താവായിട്ടുള്ള കിരൺ ഷിൻഡെയെ അവർ ടാർഗറ്റ് ചെയ്തു. അവനായിരുന്നു അവരുടെ തട്ടിക്കൊണ്ടുപോകലുകൾക്ക് വണ്ടി ഓടിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ സർക്കാർ സാക്ഷിയാക്കി മാപ്പ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ തൂക്കുകയർ ഉറപ്പാണ് എന്ന് പോലീസ് അവനെ ഭീഷണിപ്പെടുത്തി. മരണഭയം കാരണം കിരൺ എല്ലാം തുറന്നു പറയാൻ തയ്യാറായി. കോടതിക്കും പോലീസിനും മുന്നിൽ കിരൺ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോലും കണ്ണുകൾ നിറഞ്ഞുപോയി. കോലാപൂരിലെ അമ്പലത്തിൽ വെച്ച് കുഞ്ഞിന്റെ തല തല്ലിച്ചതച്ചതും തിയേറ്ററിൽ മൃതദേഹം ഉപേക്ഷിച്ചതും ചോരക്കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊന്നതും എല്ലാം അവൻ എണ്ണി എണ്ണി പറഞ്ഞു. തങ്ങൾ കൊന്നു തള്ളിയ കുട്ടികളുടെ മൃതദേഹം എവിടേക്കാണ് ഉപേക്ഷിച്ചതെന്ന് അവർ പോലീസിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ഓടകളിലും കരിമ്പിൻ കാടുകളിലും വിജനമായുള്ള കൊക്കകളിലുമായിട്ട് അവർ വലിച്ചെറിഞ്ഞത് 40ഓളം പിഞ്ചു ജീവനുകളായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് നടത്തിയ റെയ്ഡിൽ കാണാതായ പല കുട്ടികളുടെയും ഉടുപ്പുകളും പോലീസ് കണ്ടെടുത്തു. അതോടെ ഇത്രയും കാലം മഹാരാഷ്ട്രയെ ഭയപ്പെടുത്തിയ ആ ക്രൂരതയുടെ ചുരുളഴുകിയായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഈ സീരിയൽ കില്ലിംഗ് പരമ്പരയിലെ മാസ്റ്റർ മൈൻഡായിട്ടുള്ള അഞ്ജനാബായി ഒരിക്കലും കോടതിയുടെ പടികൾ കയറിയില്ല. 1977 തൻ്റെ 50ാമത്തെ വയസ്സിൽ അവൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അസുഖം ബാധിച്ച് മരിച്ചു. കിരൺ ഷിൻഡെയെ സർക്കാർ സാക്ഷിയാക്കിയതുകൊണ്ട് കോടതി മാപ്പ് നൽകി വെറുതെ വിട്ടു. എന്നാൽ അഞ്ജനാബായിയുടെ മക്കളായിട്ടുള്ള സീമ ഗാവിത്തിനും രേണുക ഷിൻഡെക്കും കോടതി യാതൊരു ദയയും നൽകിയില്ല. 2001 കോലാപൂർ സെഷൻസ് കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 സ്ത്രീകൾക്ക് ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്നത് എന്നതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈക്കോടതിയും സുപ്രീം കോടതിയും മുതൽ രാഷ്ട്രപതി വരെ അവരുടെ ദയാഹർജികൾ തള്ളിക്കളഞ്ഞു. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിലെ ചില കാലതാമസങ്ങൾ കാരണം അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് തൂക്കുകയർ ലഭിച്ചില്ല. വർഷങ്ങളോളം വധശിക്ഷ കാത്തു കിടന്നതുകൊണ്ട് 2022 അവരുടെ ശിക്ഷ ജീവപര്യന്തമാക്കിയിട്ട് കുറച്ചു കൊടുത്തു. ഇന്നും പൂനെയിലെ യർവാണ ജയിലിലെ ഇരുട്ടറയിൽ അവർ തങ്ങളുടെ ശിഷ്ടകാലം തള്ളി നീക്കുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞിട്ട് ഇന്ന് വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും മഹാരാഷ്ട്രയിലെ അമ്പലങ്ങളിൽ ഇന്നും ഒരു കുഞ്ഞ് അമ്മയുടെ കൈവിട്ട് കരയുമ്പോൾ 1990കളിലെ ആ പഴയ ഭയം ആളുകളുടെ മനസ്സിൽ ഓടിയെത്തും. സിനിമകളിലോ മുത്തശ്ശി കഥകളിലോ കാണുന്ന കൊമ്പുള്ള രാക്ഷസന്മാരെക്കാൾ ഭയാനകമായിട്ടുള്ള രൂപം. പകൽ വെളിച്ചത്തിൽ നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരാളെ ചിരിച്ചു നടക്കുന്ന ചില മനുഷ്യർക്കാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. അത്യാഗ്രഹവും പകയും മനുഷ്യനെ എന്തു ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത മൃഗങ്ങളാക്കി മാറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ അമ്മയും 2 പെൺമക്കളും.